അപ്പോൾ ഇത് നമ്മുടെ കൊൽക്കട്ട ഡേ 3 വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് മിഷ്ടി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നേ. അവിടെ നമ്മൾ എല്ലാ മിഷ്ടി, അതായത് സ്വീറ്റ് ഷോപ്സ് ഉണ്ടാവില്ലേ, വെസ്റ്റ് ബംഗാൾ കൊൽക്കട്ട സ്പെഷ്യൽ, അതെല്ലാം കൂടി ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഭയങ്കര എളുപ്പമാണ് പർച്ചേസ്, പിന്നെ ഭയങ്കര ഭംഗിയാണ് എല്ലാ സ്വീറ്റ്സ് ഇങ്ങനെ അവർ വെക്കുന്ന കാണാൻ തന്നെ. മിഷ്ടി ഹബ്ബ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മൾ ഈ ഒരു ആർച്ച് പോലത്തെ ഒരു സംഭവം കണ്ടിരുന്നേ. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് ആക്ച്വലി അതൊരു ഹോട്ടലാണ്, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അതിനുശേഷം ഞങ്ങൾ പോയതാണ് ഈ ഒരു എയർപോർട്ട് മ്യൂസിയം. അവിടെ നമ്മൾ ഇങ്ങനെ വോർ എയർപ്ലെയിൻസൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ചുമ്മാ രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഏറ്റവും നല്ലൊരു പാർട്ട് ഓഫ് ദിസ് ഈവനിങ് വാസ് ഈ ഒരു വാക്സ് മ്യൂസിയം. ഇവിടെ ഞങ്ങൾ ഓരോരോ സ്റ്റാച്യൂസ് കാണുമ്പോഴും എന്തൊരു റിയലായിട്ടായിരുന്നു അറിയോ തോന്നുന്നത്. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിച്ചു. അതിൻ്റെ അടുത്ത് കൂടി ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഈ അവരും ഇനി സ്റ്റാച്യൂസാണ്. അത്രയ്ക്ക് റിയലായിരുന്നു ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാച്യൂസ്. ഇതിൻ്റെ അടുത്ത് തന്നെ അവരിങ്ങനെ ഓരോരോ ഫോട്ടോ ഫ്രെയിംസും പിന്നെ അതിൻ്റെ അടുത്ത് പേരും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ആരെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവരുടെ മെയിൻ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ഷാറുഖ് ഖാനൊക്കെ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇത് കാണിക്കുന്നത് മറ്റേ ഏഞ്ചലിന ജോളി. അങ്ങനെ പിന്നെ ഒരു ഹൊറർ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ, സ്പൂക്കി മ്യൂസിക്കും. അങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു ഒരു സ്ഥലമായിരുന്നു. അവതാറിൻ്റെ സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു തന്നെയായിരുന്നു ഇത്. ഹാരി പോട്ടറിൻ്റെ ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് ഫ്ലോറിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എക്കോ പാർക്ക് എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ എക്കോ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് അതൊക്കെ നമുക്ക് കാണാം.